Hi friends, welcome back to another video. Big Short എന്ന് പറഞ്ഞ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫൈനാൻസ് മൂവി ഉണ്ട്. സോ ഇതിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ US-ലുള്ള ഹൗസിംഗ് മാർക്കറ്റിനെതിരെ അവർ ബെറ്റ് വെക്കും. അപ്പോൾ 2008 US-ലെ ഹൗസിംഗ് മാർക്കറ്റ്, അതായത് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് ക്രാഷ് ആയ വിവരം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഹൗസിംഗ് മാർക്കറ്റിന് തകരും എന്ന് പ്രെഡിക്റ്റ് ചെയ്ത ഇവർ ഹൗസിംഗ് മാർക്കറ്റിനെതിരെ ഷോർട്ട് സെല്ലിംഗ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നത് ഷോർട്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റും പിന്നെ അതിനോടൊപ്പം ഞാൻ നിങ്ങളെ ലൈവായിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ഷോർട്ട് സെല്ല് ചെയ്യുന്നത്. അപ്പോൾ ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്റ്റോക്ക് ആദ്യം സെല്ല് ചെയ്തിട്ട് പിന്നീട് നമ്മൾ തിരിച്ച് മേടിക്കുന്നതിനാണ് നമ്മൾ ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം സെല്ലിംഗ് ആണ് ചെയ്തത്, എന്നിട്ട് പിന്നീടാണ് നമ്മൾ തിരിച്ച് മേടിച്ചത് ആ സ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട് ഷോർട്ട് സെല്ലിങ്ങിൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ പലരുടെയും മനസ്സിൽ ഇപ്പോൾ വളരെ കൺഫ്യൂസിങ് ആയിട്ടുണ്ടാവും, അതായത് നമ്മളുടെ കയ്യിലില്ലാത്തൊരു സ്റ്റോക്ക് നമ്മൾ എങ്ങനെയാണ് സെല്ല് ചെയ്യുന്നതെന്ന്. ഇതിന് സ്പെഷ്യലായിട്ടൊരു ഉത്തരമില്ല, അതങ്ങനെ സാധിക്കും എന്ന് നിങ്ങളിപ്പോൾ മനസ്സിലാക്കുക. അപ്പോൾ ഷോർട്ട് സെല്ലിങ്ങിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം നിങ്ങളെ പഠിപ്പിച്ചു തരാനുണ്ട്. അതായത് സെക്യൂരിറ്റീസ് ലെൻഡിങ് സർവീസ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ, ഒരു ഇൻവെസ്റ്ററിന്റെ കയ്യിൽ സ്റ്റോക്സ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ സെക്യൂരിറ്റീസ് ലെൻഡിങ് സർവീസിലേക്ക് പ്ലഡ്ജ് ചെയ്യാം, അതായത് ലോൺ കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ റിലയൻസിൻ്റെ ഷെയർസ് ഉണ്ടെങ്കിൽ ഞാനിത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ഞാൻ ഹോൾഡ് ചെയ്യുന്നതായിരിക്കും. എനിക്ക് കുറച്ചും കൂടെ ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ സെക്യൂരിറ്റീസ് ലെൻഡിങ് സർവീസിലേക്ക് പോയിട്ട് അവിടെ ഞാൻ പ്ലഡ്ജ് ചെയ്യും. അപ്പോൾ എനിക്ക് ചെറിയൊരു ഇൻട്രസ്റ്റ് എനിക്ക് പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് സെക്യൂരിറ്റീസ് ലെൻഡിങ് സർവീസിൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഷോർട്ട് സെല്ലിങ്ങിലേക്ക് തിരിച്ചു വരാം. അതായത് നമ്മളുടെ കയ്യിലില്ലാത്തൊരു സ്റ്റോക്ക് നമ്മൾ സെല്ല് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഈ നേരത്തെ പറഞ്ഞ സ്റ്റോക്ക് ലെൻഡിങ് സർവീസിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ സ്റ്റോക്സ് കടമെടുക്കും. എന്നിട്ട് ഈ കടമെടുത്ത സ്റ്റോക്കാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ ടെക്നിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ സെല്ല് ചെയ്യുന്ന സ്റ്റോക്സ് നമ്മളുടെ അല്ല, നമ്മൾ സെല്ല് ചെയ്ത സ്റ്റോക്സ് ഈ പറഞ്ഞ സെക്യൂരിറ്റീസ് ലെൻഡിങ് സർവീസിൽ പ്ലഡ്ജ് ചെയ്ത ഇൻവെസ്റ്ററിൻ്റെയാണ്. അപ്പോൾ ഈ സെക്യൂരിറ്റീസ് ലെൻഡിങ് സർവീസിന് ഒരു ഡിമാൻഡ് ഉള്ളൂ, അതായത് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ, ആ സെയിം ഡേ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ സ്റ്റോക്സ് തിരിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ സ്റ്റോക്സ് തിരിച്ചു കൊടുക്കണമെങ്കിൽ നമ്മൾ തിരിച്ച് മാർക്കറ്റിൽ നിന്ന് നമ്മൾ ബൈ ചെയ്യണം, അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 3:30 മുമ്പ് എപ്പോഴെങ്കിലും നമ്മൾ ആ വിറ്റ സ്റ്റോക്ക് നമ്മൾ തിരിച്ച് മേടിച്ചേക്കണം. അപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മളുടെ റോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റോക്ക് സെല്ല് ചെയ്യാനുള്ള സെൽ ഓർഡർ പ്ലേസ് ചെയ്യും, എന്നിട്ട് തിരിച്ച് ബൈ ചെയ്യാനുള്ള ബൈ ഓർഡറും പ്ലേസ് ചെയ്യും. എന്നാൽ ഈ പറഞ്ഞ സ്റ്റോക്ക് ലെൻഡിങ് സർവീസിൻ്റെ കയ്യിൽ നിന്നൊക്കെ സ്റ്റോക്ക് എടുക്കുന്നത് അതെല്ലാം ഓട്ടോമാറ്റിക്കാണ്, നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. അത് എക്സ്ചേഞ്ച് വഴി ഫെസിലിറ്റേറ്റ് ചെയ്തോളൂ. അപ്പോൾ ഇത്രയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇനി ഇത് എന്തിനാണ് ചെയ്യുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നോർമലി ഒരു ട്രേഡ് നമ്മൾ ചെയ്യുമ്പോൾ, ഒരു ട്രേഡ് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ബൈ ചെയ്തിട്ടായിരിക്കും നമ്മൾ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ ഈ ബൈ ചെയ്ത് കഴിയുമ്പോൾ സ്റ്റോക്ക് പ്രൈസ് മുകളിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ, അല്ലേ? എന്നാൽ ഷോർട്ട് സെല്ലിങ്ങിൽ ഇത് നേരെ തിരിച്ചാണ്. ഷോർട്ട് സെല്ലിങ്ങിൽ നമ്മൾ ആദ്യം സെല്ല് ചെയ്യുമ്പോഴത്തേക്കും മാർക്കറ്റ് താഴെ പോയാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് വരുള്ളൂ. നമ്മൾ സ്റ്റോക്ക് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ സ്റ്റോക്ക് മേടിക്കുമ്പോൾ ഹൈ റേറ്റിനായിരിക്കും നമ്മൾ തിരിച്ചു മേടിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ലോസ് വരും. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. അതായത് നമ്മൾ റിലയൻസിൻ്റെ ഷെയർ 1000 രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്തു. അപ്പോൾ 1000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ 1100 രൂപയ്ക്ക് നമ്മൾ സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് 100 രൂപ ഇവിടെ പ്രോഫിറ്റ് വരും. എന്നാൽ ഇനി ഷോർട്ട് സെല്ലിംഗ് ആണെങ്കിൽ നമ്മൾ 1000 രൂപയ്ക്ക് സെല്ല് ചെയ്തു, എന്നാൽ 900 റുപ്പീസിന് നമ്മൾ തിരിച്ച് മേടിച്ചാൽ മാത്രമേ നമുക്ക് 100 രൂപ പ്രോഫിറ്റ് വരുള്ളൂ. അപ്പോൾ ആദ്യത്തെ സിനാരിയോയിൽ മാർക്കറ്റ് മുകളിലേക്ക് പോയപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടി. രണ്ടാമത്തെ സിനാരിയോ മാർക്കറ്റ് താഴത്തേക്ക് പോയപ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു ഷോർട്ട് സെല്ലിംഗ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന്. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിളിൽ ബൈയിങ് പ്രൈസ് 1000 ആണ്, എന്നാൽ സെല്ലിംഗ് പ്രൈസ് 1100 ആണ്. അപ്പോൾ ബൈയിങ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 100 രൂപ പ്രോഫിറ്റ്. എന്നാൽ ആ പറഞ്ഞ സെക്കൻഡ് എക്സാമ്പിളിൽ ബൈയിങ് പ്രൈസ് 900 ആണ് ആൻഡ് സെല്ലിംഗ് പ്രൈസ് 1000 ആണ്. സോ ഇവിടെ ബൈയിങ് മൈനസ് സെല്ലിംഗ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 100 രൂപ പ്രോഫിറ്റ് വരും. ഇനി ഞാനൊരു ലൈവ് എക്സാമ്പിളും കൂടെ കാണിച്ചു തരുമ്പോഴത്തേക്കും നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ഡൗട്ടും തീരും. നമ്മൾ ഇന്ന് ഷോർട്ട് സെല്ലിങ്ങിൻ്റെ ലൈവ് ഡെമോ കാണാൻ പോകുന്നത് ഗ്രോ ആപ്പിൻ്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലൂടെയാണ്. നിങ്ങൾ ഗ്രോ ആപ്പ് അല്ല യൂസ് ചെയ്യുന്നെങ്കിലും കുഴപ്പമൊന്നുമില്ല, ബിക്കോസ് ഓർഡർ പ്ലേസ്മെൻ്റ് ഒക്കെ സെയിം ആയിരിക്കും. ജസ്റ്റ് ആ യൂസർ ഇൻ്റർഫേസിൽ മാത്രം കുറച്ച് വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് ഷോർട്ട് സെല്ലിംഗ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഫെഡറൽ ബാങ്കാണ്. അപ്പോൾ നമ്മൾ സെർച്ചിൽ പോയിട്ട് ഫെഡറൽ ബാങ്ക് എടുക്കാം. ഓക്കെ, ഇപ്പോൾ ഫെഡറൽ ബാങ്ക് ട്രേഡ് ചെയ്യുന്നത് 82 രൂപ 60 പൈസയിലാണ്. അപ്പോൾ നമുക്ക് ഷോർട്ട് സെല്ല് ചെയ്യാനായിട്ട് ഇവിടെ സെൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്കൊരിക്കലും ഡെലിവറിയിൽ നമുക്ക് ഷോർട്ട് സെല്ലിംഗ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇൻട്രാഡേയിൽ മാത്രമേ നമുക്ക് ഷോർട്ട് സെല്ലിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ബാലൻസ് ഇവിടെ 100 രൂപ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാലൻസിൻ്റെ അടിയിൽ മാർജിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അപ്പോൾ 82.60 സ്റ്റോക്ക് നമ്മൾ സെല്ല് ചെയ്യണമെങ്കിൽ 16.6 റുപ്പീസ് മതി. 100 രൂപ ബാലൻസ് ഇല്ലെങ്കിൽ നമുക്ക് 16 രൂപ 60 പൈസയിൽ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഇൻട്രാഡേ ലിവറേജ് ബ്രോക്കേഴ്സ് തരുന്നതുകൊണ്ടാണ്
അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. പിന്നെ ഇവിടെ ഞാൻ മാർക്കറ്റ് പ്രൈസാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ എക്സിക്യൂട്ട് ആവും. അപ്പോൾ ഞാൻ സെല്ല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെൽ സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കും. ഓക്കെ, ഇനി ഡൺ കൊടുത്താൽ നമ്മൾ നേരെ ഡാഷ്ബോർഡിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് ഇൻട്രാഡേയിൽ ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ക്വാണ്ടിറ്റി നമ്മൾ സെല്ല് ചെയ്തതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ സെല്ല് ചെയ്തത് 82 രൂപ 65 പൈസയ്ക്കാണ്. ഇപ്പോൾ നടക്കുന്നത് 82 രൂപ 60 പൈസയാണ്. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ 5 പൈസ താഴെ ആയതുകൊണ്ട് നമുക്ക് 5 പൈസ പ്രോഫിറ്റിലാണ്. ഇനിയിപ്പോൾ ഈ ഷോർട്ട് സെല്ല് ചെയ്ത സ്റ്റോക്ക് നമുക്ക് തിരിച്ച് ബൈ ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഇൻട്രാഡേ പൊസിഷനിൽ ഫെഡറൽ ബാങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എക്സിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഇവിടെ നമ്മൾ ഫെഡറൽ ബാങ്ക് ഒരു ക്വാണ്ടിറ്റി സെല്ല് ചെയ്തേക്കുന്നതുകൊണ്ട് ഈ എക്സിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ബൈ ഓപ്ഷനാണ്. അപ്പോൾ എക്സിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ബൈ ഓർഡർ വിൻഡോയിലേക്ക് പോകും. ഇനിയിപ്പോൾ ആ സെയിം മാർക്കറ്റ് ഓർഡറിൽ തന്നെ നമുക്ക് പ്ലേസ് ചെയ്യാം. നിങ്ങൾക്ക് ലിമിറ്റ് വേണമെങ്കിൽ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്, അതിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൈ കൊടുക്കാം. അപ്പോൾ ബൈ സക്സസ്ഫുൾ എന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ നമുക്ക് കാണാം. അപ്പോൾ ഡൺ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ തിരിച്ച് ഡാഷ്ബോർഡിലേക്ക് വരുമ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ അവിടെ ക്വാണ്ടിറ്റി 0 എന്ന് പറഞ്ഞ് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു ട്രേഡിൽ നമുക്ക് 5 പൈസ ലോസിലാണ്. ഇങ്ങനെയാണ് നമ്മൾ ഷോർട്ട് സെല്ലിംഗ് ചെയ്യുന്നത്. നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ട്രേഡ് ടു ട്രേഡ് സ്റ്റോക്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഓഫ് സ്റ്റോക്സ് ഉണ്ട്. അപ്പോൾ ആ കാറ്റഗറിയിലുള്ള സ്റ്റോക്സ് കമ്പൽസറി ഡെലിവറി എടുക്കണം. നമുക്കറിയാലോ ഇൻട്രാഡേയിലാണ് നമുക്ക് ഷോർട്ട് സെല്ലിംഗ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് T2T കാറ്റഗറി ഓഫ് സ്റ്റോക്സിൽ നമുക്ക് ഷോർട്ട് സെല്ലിംഗ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളൊരു ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് ഈ പറഞ്ഞ T2T കാറ്റഗറിയിലാണോ എന്നൊന്ന് ചെക്ക് ചെയ്തേക്കണം. അപ്പോൾ എൻ്റെ വീഡിയോയുടെ ആദ്യം പറഞ്ഞ ആ സിനിമയിൽ ബേസിക്കലി ഇവർ ചെയ്യുന്നത് US മാർക്കറ്റിനെതിരെ ഇവർ ഷോർട്ട് സെല്ലിംഗ് ചെയ്യും. അപ്പോൾ ഇവർ ഷോർട്ട് സെല്ല് ചെയ്യുന്നത് സ്റ്റോക്സിലല്ല, ഇവർ സെല്ല് ചെയ്യുന്നത് ഫൈനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞൊരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. സോ ഇതിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ആണ് ഇവർ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടത് നമ്മൾ സ്റ്റോക്സ് ആണ് നമ്മൾ ഷോർട്ട് സെല്ല് ചെയ്തത് അല്ലേ. എന്നാൽ സ്റ്റോക്സ് ഷോർട്ട് സെല്ല് ചെയ്യുമ്പോഴത്തേക്കും ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് കണ്ടല്ലോ നമ്മൾക്ക് ഇൻട്രാഡേ പൊസിഷനെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇന്ന് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് തന്നെ തിരിച്ച് മേടിക്കണം. എന്നാൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലാണെങ്കിൽ നമ്മൾക്ക് ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങൾ നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് അതിൽ. അപ്പോൾ ഇതാണ് മെയിൻ അഡ്വാൻറ്റേജ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിനെ പറ്റി. അപ്പോൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് അതായത് ഫൈനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞൊരു കോംപ്ലിക്കേറ്റഡ് ടോപ്പിക് ആയതുകൊണ്ട് ഞാനത് വേറൊരു സെപ്പറേറ്റ് വീഡിയോയിൽ അതിനെപ്പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കമൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിന്ന് ജോയിൻ ചെയ്യാൻ മതിയാവും. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ എന്നെ അവിടെ കോൺടാക്ട് ചെയ്യാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് സ്റ്റോപ്പ് ലോസ് ഓർഡർ എങ്ങനെ പ്ലേസ് ചെയ്യേണ്ടത്. പലർക്കും സംശയമുള്ളൊരു കാര്യമാണ്. എന്നാൽ സ്റ്റോപ്പ് ലോസ് ഓർഡർ പ്ലേസ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങളത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. പിന്നെ എൻ്റെ ലേറ്റസ്റ്റ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ കീപ് വാച്ചിങ് അവർ വീഡിയോസ്. സീ യു നെക്സ്റ്റ് ടൈം. ഗുഡ് ബൈ.